കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിനോപ്റ്റിക് ഗോസ്പലുകളെ കുറിച്ച് സംസാരിച്ചു. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയാണ് സിനോപ്റ്റിക് ഗോസ്പലുകൾ. ഇവയെ സിനോപ്റ്റിക് ഗോസ്പലുകൾ എന്ന് വിളിക്കാനുള്ള കാരണം മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവര് യേശുവിന്റെ ജീവിതത്തിലെ ഒരേ സംഭവത്തെ വിവരിക്കാനായിട്ട് ഒരേ വാക്കുകൾ, ഒരേ സെന്റൻസുകൾ, ഒരേപോലത്തുള്ള പാരഗ്രാഫുകൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗത്തല്ല, സുവിശേഷത്തിൽ ഉടനീളം ഈ സംഭവങ്ങൾ കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യം എഴുതിയ സുവിശേഷം ഏതാണ്. ഈ സുവിശേഷം നോക്കിയായിരിക്കണമല്ലോ മറ്റ് രണ്ട് സുവിശേഷകര് അവരുടെ സുവിശേഷങ്ങൾ കോപ്പി അടിച്ചിട്ടുള്ളത്. ആരാണ് ആദ്യം സുവിശേഷം എഴുതിയത് എന്നത് പരിശോധിക്കാനായിട്ട് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ സഭാപിതാക്കന്മാർ പറയുന്ന വാക്യങ്ങൾ, നമ്മളെ സഭ പഠിപ്പിക്കുന്നത്, ഇവയെ മാത്രം നോക്കി നമുക്ക് പറയാം ആരാണ് കോപ്പി അടിച്ചത് എന്നുള്ളത്. രണ്ടാമത്തത്, നമുക്ക് ഈ സുവിശേഷങ്ങൾ ഇപ്പൊ തമ്മിൽ നോക്കി അവ താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ആരാണ് ആദ്യ സുവിശേഷം എഴുതിയത്, എന്നിട്ട് ആരാണ് കോപ്പി അടിച്ചത്. അതിനായിട്ട് നമ്മൾ വളരെയേറെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടി വരും. ഞാന് ഇന്ന് സഭാപിതാക്കന്മാർ തരുന്ന സാക്ഷ്യം നോക്കുന്നേയില്ല. അതിന് കാരണം എന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ സ്കൂളില് രണ്ട് കുട്ടികൾ പരസ്പരം കോപ്പി അടിച്ചു. ആ രണ്ട് കുട്ടികളെയും ടീച്ചർ വിളിച്ചു. എന്നിട്ട് ടീച്ചർ ചോദിക്കുന്നു, നിങ്ങളിൽ ആരാണ് കോപ്പി അടിച്ചത്? അപ്പോ രണ്ട് കുട്ടികളും പറയും, അവനാണ് എന്നെ കോപ്പി അടിച്ചത്. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ രണ്ട് ആൻസർ പേപ്പറുകളും നോക്കുമ്പോൾ ചില തെളിവുകൾ കിട്ടും. ആ തെളിവുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് രണ്ട് സഭകൾ എടുക്കുക. ആ സഭകൾ തമ്മിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർ ഏത് ബുക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചല്ല. അവർ രണ്ടുപേരും ഉപയോഗിക്കുന്നത് ബൈബിളാണ്. പക്ഷേ അവര് ഉപയോഗിക്കുന്ന ചില വ്യാഖ്യാനങ്ങളുടെ പേരിലാണ് ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഒരു കൂട്ടര് ചില വാക്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു, മറ്റൊരു കൂട്ടര് വേറെ ചില വാക്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനങ്ങളുടെ പേരിലാണ് സാധാരണ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? ചില ഭാഗങ്ങൾ ഇത് ഞങ്ങൾ തള്ളിക്കളയുന്നു, മറ്റേ ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഏത് ഭാഗം നമ്മൾ തള്ളിക്കളയുന്നു, ഏത് ഭാഗം അംഗീകരിക്കുന്നു, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു എഡിറ്റിംഗ് പ്രക്രിയയാണ്. ഇതിനെക്കുറിച്ചൊരു പഠനശാഖ തന്നെയുണ്ട്. അതായത് ഈ സുവിശേഷങ്ങളിൽ ഉള്ള ഈ വ്യത്യാസങ്ങൾ, ആരെ എഡിറ്റ് ചെയ്തു, ഏത് സുവിശേഷത്തെ ഏത് സുവിശേഷകൻ എഡിറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനശാഖ തന്നെയുണ്ട്. ഇതിനെ റിഡാക്ഷൻ ക്രിറ്റിസിസം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എഡിറ്റിംഗ് എന്ന് വിളിക്കാം. എഡിറ്റിംഗ് നമ്മുടെ സിനിമകളിൽ തന്നെയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എല്ലായ്പ്പോഴും വില്ലനായിട്ട് കാണുന്ന ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തിനെ MD ഒന്ന് അയാളുടെ പെർസ്പെക്റ്റീവ് മാറ്റിയപ്പോഴ്, അയാളുടെ വാക്കുകൾ മാറ്റിയപ്പോഴ് ചതിയൻ ചന്തു എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരു നായകനായിട്ട് മാറി. അപ്പോ ഈ എഡിറ്റിംഗ് എന്നുള്ളത് വളരെ ശക്തിയേറിയ ഒരു ഉപകരണമാണ് നമ്മൾക്ക് ആരാണ് ആദ്യ സുവിശേഷം എഴുതിയത് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇന്നത്തെ ചരിത്രകാരന്മാർക്കിടയിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം മത്തായിയുടെ സുവിശേഷമോ മർക്കോസിന്റെ സുവിശേഷമോ ആണ് ആദ്യം എഴുതിയത് എന്നാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം ആദ്യം എഴുതി, അത് മത്തായി എഡിറ്റ് ചെയ്തു എന്നാണ്. എന്നാൽ മത്തായി ആദ്യം എഴുതി എന്ന് വാദിക്കുന്ന ഒരു ന്യൂനപക്ഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും എടുത്ത് നോക്കിയിട്ട് ആരായിരിക്കും എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 3 ഉദാഹരണങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് യേശു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ്. യേശു തന്റെ നാടായ നസ്രത്തിലേക്ക് തിരിച്ചു വരുവാണ്. അവിടെയുള്ളവർക്ക് യേശുവിനെ നന്നായിട്ട് അറിയാം. കാരണം ആ നാട് എന്ന് പറയുന്നത് ഒരു ചെറിയ കുഗ്രാമമാണ്. അവിടെയുള്ളവർക്ക് യേശു ആരാണെന്നറിയാം. മറിയത്തിന്റെ മകൻ, യേശു ഒരു ആശാരിയായിരുന്നു എന്നുള്ള കാര്യം അവർക്കറിയാം. യേശുവിന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ അവർക്കറിയാം. അത് മർക്കോസിന്റെ സുവിശേഷത്തിൽ വിവരിക്കുകയും ചെയ്യുന്നു. യേശു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ബാക്കിയുള്ളവര് യേശുവിനെ അംഗീകരിക്കുന്നില്ല. യേശുവിന് കുറച്ച് രോഗികളെ സുഖപ്പെടുത്താൻ പറ്റുന്നുണ്ട്, എന്നാൽ മറ്റ് വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ യേശു ചെയ്യുന്നില്ല. ഇനി
മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കും. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് യേശുവിന് അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യേശു അത്ഭുത പ്രവൃത്തികൾ അവിടെ ചെയ്തിട്ടില്ല എന്ന്. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, യേശു അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചില്ല, അതായത് അത് ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന് അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു, എന്നിരുന്നാലും യേശു അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടില്ല എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിന് ന്യായീകരണമായിട്ട് പറയുന്നത് അവിടെയുള്ളവർ യേശുവിനെ അവിശ്വസിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആരാണ് യേശു? യേശു എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസ പ്രകാരം ദൈവമാണ്. ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ ആശ്രയിച്ചാണ്. ഈ ഒരു ചോദ്യമാണ് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഏതൊരാൾക്കും തോന്നേണ്ടത്. ഇത് തന്നെയാണ് വളരെ സൂക്ഷ്മതയോടെ മാർക്കോസിന്റെ സുവിശേഷം വായിച്ച വേറെ ആൾക്കാർക്കും തോന്നിയത്. നിങ്ങൾ ഒരു വലിയ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയായിരിക്കും മാറ്റി എഴുതുക? അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്തില്ല എന്ന രീതിയിലാണ് നിങ്ങൾ മാറ്റി എഴുതുക. ഇതേ രീതിയിലുള്ള മാറ്റി എഴുതലല്ലേ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും കാണുന്നത്? ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വാക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിന് പകരം ചെയ്തില്ല എന്ന രീതിയിൽ മാറ്റി എഴുതിയപ്പോഴേക്കും യേശുവിന്റെ ദൈവത്വം അവിടെ സംരക്ഷിക്കപ്പെടുക. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവമാണോ നിങ്ങളുടേത് എന്ന ചോദ്യത്തിൽ നിന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ദൈവമാണ് ഞങ്ങളുടേത് എന്ന രീതിയിൽ വായിക്കാൻ മത്തായിയുടെ സുവിശേഷം നമ്മളെ സഹായിക്കും. അപ്പോ സാധാരണ ഇതിനൊരു എക്സ്പ്ലനേഷൻ പറയാറുള്ളത് ഇത് വെവ്വേറെ പാരമ്പര്യങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം എന്നുള്ളത്. പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള വാക്കുകളെല്ലാം കോപ്പി അടിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സ്ക്രീനിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരേ വാക്കുകൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ വ്യത്യാസം വരുന്നത് ഈ ഒരു വാക്കിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇനി മത്തായിയെ നോക്കിയാണ് മർക്കോസ് കോപ്പി അടിച്ചത് എന്ന് നിങ്ങൾ വാദിക്കുവാണെങ്കിൽ മർക്കോസിന് യേശുവിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിൽ ആരെങ്കിലും മാറ്റി എഴുതൂ. നല്ല രീതിയിൽ എഴുതിയിരുന്ന, അതായത് യേശു അത്ഭുത പ്രവർത്തികൾ ചെയ്തില്ല എന്നുള്ളത് യേശു അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചില്ല എന്ന് മർക്കോസ് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ മർക്കോസിന് എന്തെങ്കിലും ദേഷ്യം യേശുവിനോടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് എഡിറ്റിംഗ് നമ്മളെ കാണിക്കുന്നത് മർക്കോസിനെ മത്തായി എഡിറ്റ് ചെയ്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇതിനാണ് ഏറ്റവും കൂടുതൽ ചരിത്രപരമായിട്ടുള്ള സാധ്യത. അടുത്ത ഒരു ഉദാഹരണം എന്ന് പറയുന്നത് യേശു ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ധനവാനായ ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നു. ആ ധനവാനായ യുവാവ് യേശുവിനോട് ചോദിക്കുന്നു, നല്ലവനായ ഗുരു, സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോ യേശു അതിന് മറുപടിയായിട്ട് പറയുന്നത്, നീ എന്നെ എന്തിനു നല്ലവനെന്ന് വിളിക്കുന്നു? ദൈവമല്ലാതെ വേറെ ആരും നല്ലവനല്ല. ഇത് വായിക്കുന്ന ഒരാൾക്ക് ചോദ്യം വരില്ലേ, യേശു ദൈവമാണെങ്കിൽ യേശു സ്വയം നല്ലവനല്ല എന്നുള്ള രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത്? ഈ ഒരു ചോദ്യം യേശുവിന്റെ മറുപടിയിൽ നിന്ന് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അന്നേരം ആദ്യത്തെ സുവിശേഷം നോക്കി കോപ്പി അടിക്കുന്ന രണ്ടാമത്തെ സുവിശേഷകന് അയാള് ഈ വാക്യം ഒന്ന് തിരുത്താൻ നോക്കും. കാരണം ഇതേപോലത്തെ ഒരു ചോദ്യം വിശ്വാസികളിൽ കൂടുതൽ സംശയമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോ ഇതേ ഭാഗം മത്തായിയിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ യുവാവ് യേശുവിന്റെ അടുത്ത് വരുന്നു. ഇപ്പോ യുവാവ് ചോദിക്കുന്നത്, ഗുരു, സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്തു നല്ല പ്രവർത്തികൾ ചെയ്യണം? അന്നേരം യേശു പറയുന്ന മറുപടി, നീ നല്ലതിനെ കുറിച്ച് എന്നോട് എന്തിനു ചോദിക്കുന്നു? ദൈവം ഒരുവൻ മാത്രമാണ് നല്ലത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഏകദേശം മാർക്കോസിലും മത്തായിലും ഒരേപോലെയാണ്. കാരണം കൽപ്പനകൾ പാലിക്കുന്നതിനെ കുറിച്ചും ഒടുവിൽ ഈ യുവാവിനോട് എല്ലാം വിട്ടിട്ട് തന്നെ അനുഗമിക്കാനായിട്ടും യേശു ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ യുവാവ് വളരെ വിഷമത്തോടെ തിരിച്ചു പോകും. ഇവിടെ വ്യത്യാസം വരുന്നത് ചോദ്യത്തിൽ മാത്രമാണ്. മർക്കോസിൽ കാണുന്നത് നല്ലവനായ ഗുരു, എന്നാൽ മത്തായിയിൽ കാണുന്നത് ഞാൻ എന്ത് നല്ല പ്രവൃത്തി ചെയ്യണം. ഈ നല്ല എന്നുള്ള വാക്ക് ഗുരുവിനെ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നതാക്കുന്നതോടെ യേശുവിന്റെ ഉത്തരവും മാറുവാണ്. കാരണം ആദ്യത്തെ ഉത്തരത്തിനൊരു പ്രശ്നമുണ്ട്. ആദ്യത്തെ ഉത്തരം യേശു ദൈവമല്ല എന്നൊരു സംശയം ഇത് വായിക്കുന്ന വിശ്വാസികളിൽ ഉണ്ടാവും. രണ്ടാമത്തെ ഉത്തരം ആ പ്രവൃത്തികളെ കുറിച്ച് മാത്രമാണ്
സംസാരിക്കുന്നത്. അല്ലാതെ യേശുവിന്റെ ദൈവീകത ഇവിടെ ചോദ്യം ചെയ്യും. സാധാരണ വരുന്ന ഒരു എതിർവാദം എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ട് പാരമ്പര്യങ്ങളാണ് എന്നുള്ളത്. പക്ഷെ രസം എന്താന്ന് വെച്ചാല് ദൈവമല്ലാതെ ഒരുവൻ നല്ലതല്ല എന്ന ഭാഗം ഈ ആദ്യത്തെ സെന്റൻസിന് ശേഷം മർക്കോസിലും മത്തായിലും കാണുന്നുണ്ട്. അതായത് മത്തായി ഈ ചോദ്യം തിരുത്തിയെങ്കിലും ഉത്തരം ശരിക്കും അങ്ങോട്ട് തിരുത്താൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ദൈവമല്ലാതെ വേറൊരുവൻ നല്ലവനല്ല എന്ന് യേശു പറയുന്നത് രണ്ടിടത്തും നമ്മൾ കാണും. ആദ്യത്തെ ഭാഗം തിരുത്തിയിട്ട് അവസാനത്തെ ഭാഗം തിരുത്താൻ മറന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നു. പക്ഷെ ഈ തിരുത്തലില്, ഈ എഡിറ്റിങ്ങില് മർക്കോസിൽ നിന്ന് മത്തായി എഡിറ്റ് ചെയ്തതാവാനാണ് കൂടുതൽ സാധ്യത. അല്ല എന്നുണ്ടെങ്കിൽ യേശുവിനോട് മർക്കോസിന് എന്തോ വിരോധമുള്ള പോലെ നമുക്ക് തോന്നുന്നു. ഇതാണ് രണ്ടാമത്തെ എക്സാം. ഇതുവരെ നമ്മൾ നോക്കിയത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. നമ്മൾ ഇനി ഏതെങ്കിലും പാറ്റേൺ മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും തമ്മിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷത്തില് യേശു ചെയ്യുന്ന ഓരോ കാര്യവും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം എഴുതിയതെങ്കിൽ അതിൽ യേശു ചെയ്ത കാര്യമുണ്ട്, അതിനോട് ബന്ധപ്പെട്ട പ്രവചനങ്ങളും മത്തായിയുടെ സുവിശേഷത്തിൽ കാണും. ഇത് നോക്കി മർക്കോസ് എഴുതുമ്പോൾ മർക്കോസ് ആ ചെയ്ത കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പ്രവചനങ്ങൾ എടുത്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് മർക്കോസ് കരുതി ഈ പ്രവചനങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ നിവൃത്തിയാക്കുന്ന ഒരാളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ലോജിക്കലി മത്തായിയിൽ നിന്ന് മർക്കോസ് കോപ്പി അടിച്ചു എന്ന് വിചാരിക്കാൻ തരവില്ല. എന്നാൽ തിരിച്ചാണെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മർക്കോസ് യേശു ചെയ്ത കാര്യങ്ങൾ എഴുതി അത് നോക്കി മത്തായി എഴുതിയപ്പോൾ ആ കാര്യങ്ങൾ കണ്ടിട്ട് ഇത് പഴയ നിയമത്തിലെ ഇന്ന പ്രവചനം നിറവേറ്റി എന്ന് മത്തായി എഴുതാൻ തരവുണ്ട്. അതുകൊണ്ട് തന്നെ മർക്കോസിൽ നിന്ന് മത്തായി കോപ്പി അടിച്ചു എന്ന് വേണം കരുതാൻ. എന്നാൽ മറിച്ച് മത്തായിൽ നിന്ന് മർക്കോസ് കോപ്പി അടിച്ചതാണെങ്കിൽ യേശുവിനോട് മർക്കോസിന് എന്തോ വൈരാഗ്യമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പാറ്റേൺ ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷത്തില് യേശു സുഖപ്പെടുത്തുന്നത് രണ്ട് അന്ധന്മാരെയാണ്, അല്ലെങ്കിൽ പിശാചിനെ പുറത്താക്കുന്നത് രണ്ട് പിശാചി ബാധിതരിൽ നിന്നാണ്. യേശു യാത്ര ചെയ്യുന്നത് ഒരു കഴുതക്കുട്ടിയുടെയും മുകളിലാണ്. ഇങ്ങനെ ഈ രണ്ടിന്റെ പാറ്റേൺ നമ്മൾ മത്തായിയിൽ കാണാറുണ്ട്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശു സുഖപ്പെടുത്തുന്നത് ഒരന്ധനെയാണ്. യേശു പിശാചിനെ പുറത്താക്കുന്നത് ഒരു പിശാചി ബാധിതനിൽ നിന്നാണ്. യേശു യാത്ര ചെയ്യുന്നത് ഒരു കഴുതയുടെ മുകളിൽ നിന്നാണ്. ഇപ്രകാരം മത്തായിൽ 2 എന്നുള്ളത് നമ്മൾ മർക്കോസിൽ വരുമ്പോൾ 1 എന്നായിട്ട് കാണുന്നു. ഇനി മത്തായിൽ നിന്നാണ് മർക്കോസ് കോപ്പി അടിച്ചത് എങ്കിൽ മത്തായി 2 എന്ന് എഴുതിയെടുത്ത് മർക്കോസ് വെട്ടി 1 എന്നാക്കി എന്ന് വരും. ഇങ്ങനെ ചെയ്യാൻ മർക്കോസിന് എന്താ യേശുവിനോട് ഇത്ര ദേഷ്യം? അപ്പോ ലോജിക്കലി വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പാറ്റേണും കാണിക്കുന്നത് മർക്കോസിൽ നിന്ന് മത്തായി കോപ്പി അടിക്കുകയും അപ്പോ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി 1 എന്നുള്ളത് ഇരട്ടിപ്പിച്ച് 2 ആക്കിയതാവാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സ്പെസിഫിക് ആയിട്ടുള്ള 2 ഉദാഹരണങ്ങൾ കണ്ടു, ഇപ്പൊ 2 പാറ്റേണുകൾ കണ്ടു. ഇങ്ങനെ എല്ലാം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മത്തായി മർക്കോസിൽ നിന്ന് കോപ്പി അടിച്ചു എന്ന് വേണം കരുതാൻ. ഇത് തന്നെയാണ് ആധുനിക ചരിത്രകാരന്മാരുടെയും അഭിപ്രായം. അതേപോലെ മർക്കോസിന്റെ സുവിശേഷം അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ വിശ്വാസത്തിൽ ചില സംശയങ്ങൾ വരും. ഈ ഭാഗങ്ങളൊന്നും നമ്മൾ മത്തായിയിൽ കാണത്തില്ല. അങ്ങനത്തെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. യേശു പിശാചുക്കളെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിന്റെ സഹായത്തോടെയാണ് എന്ന് പരീശന്മാര് ആരോപിക്കുന്ന ആ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതേ ഭാഗം മത്തായിലും ഉണ്ട്, മർക്കോസിലും ഉണ്ട്. എന്നാൽ മർക്കോസിലെ ആ വാചകത്തിന് തൊട്ടു മുകളിലെ വാചകം ഒന്ന് വായിച്ചു. ഇത് വിശ്വാസികൾ കണ്ടിട്ടും അത് വിശ്വാസികള് വെറുതെ കണ്ണോടിച്ചു പോകുന്ന ഭാഗമാണത്. യേശുവിന്റെ ചാർച്ചക്കാര് യേശുവിനെ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാല് യേശുവിന് ബുദ്ധിഭ്രമമാണെന്നാണ് ഈ ചാർച്ചക്കാർ പറയുന്നത്. ആ ചാർച്ചക്കാർ ആരാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. അത് യേശുവിന്റെ അമ്മയായ മറിയവും സഹോദരന്മാരുമാണ്. നമുക്ക് ഒരു 3 സ്റ്റെപ്പ് പുറകിലോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആരാണ് മറിയം? മറിയത്തിനെ സംബന്ധിച്ചിടത്തോളം യേശു ആരാണ്?
മറിയത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് യേശു എന്ന് പറയുന്ന തന്റെ ആദ്യ സന്താനം. കാരണം കന്യകയായിരിക്കെ തന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ചതാണ് തന്റെ ആദ്യജാതനായ യേശുവിനെ. ഈ യേശുവിന്റെ ശൈശവം, അവന്റെ ബാല്യകാലം, ഇതെല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്ന് നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ഇത്രയും അത്ഭുതങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഈ ഒരു മകനെ കൊണ്ട്, യേശുവിനെ കൊണ്ട് നടന്നിട്ട്, ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മകൻ ഉണ്ടായിട്ട് ആ മകന് ബുദ്ധിഭ്രമമാണെന്ന് പറയാൻ മറിയത്തിന് എന്താ ഭ്രാന്തുണ്ടോ? കാരണം യേശു എന്ന് പറയുന്നത് മറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്, തന്റെ ജീവിതത്തിലൂടെ അനുഭവിച്ച അത്ഭുതം. ഇനി നിങ്ങൾ ആരും പറഞ്ഞുകൊണ്ട് വരണ്ട ഈ ചാർച്ചക്കാരെന്ന് പറഞ്ഞ വേറെ ബന്ധുക്കളാവാം. കാരണം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണും അവിടെ നിൽക്കുന്നത് മറിയവും സഹോദരന്മാരുമാണ്. നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പെട്ടെന്നാണ് ഈ മറിയവും സഹോദരന്മാരും വരുന്നത്. കാരണം മർക്കോസിൽ അതിനുള്ള റീസൺ പറയുന്നുണ്ട്. അവര് യേശുവിനെ ബുദ്ധിഭ്രമമാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മത്തായി അത് ഒഴിവാക്കിയതുകൊണ്ട് പെട്ടെന്ന് ആ സീനിൽ മറിയവും സഹോദരന്മാരും പ്രത്യക്ഷപ്പെടുവാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മർക്കോസിന്റെ ഇത്തിരി റഫായിട്ടുള്ള സുവിശേഷത്തിനെ വളരെയേറെ എഡിറ്റ് ചെയ്ത, അതിലെ ഗ്രീക്ക് വളരെയേറെ നന്നാക്കിയ, അതിലെ പ്രശ്നകരമായിട്ടുള്ള സെന്റൻസുകൾ, പ്രശ്നകരമായിട്ടുള്ള പാരഗ്രാഫുകൾ ഒക്കെ എഡിറ്റ് ചെയ്ത ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. ഈ വീഡിയോയിൽ വളരെയേറെ ഇൻഫർമേഷൻ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാനിപ്പം ഒരു 3 ഉദാഹരണങ്ങൾ അല്ലെ 4 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നെ ബൈബിളിൽ പോയി റെഫർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് റിസോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഭാഗത്തിന്, ഈ വാദത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം തന്നെ ആലോചിക്കാം. നിങ്ങൾക്ക് ഇതിനായിട്ട് അച്ഛന്മാരെയോ പാസ്റ്റർമാരെയോ ആരെ വേണമെങ്കിലും സമീപിക്കാം. എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്തത് വളരെ എൻജോയ് ചെയ്തിട്ടാണ്. നിങ്ങളും അതേപോലെ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.